സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്, നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അവൻ്റെ അനുഷ്ഠാന ചര്യകളെയും അവൻ്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത്, അള്ളാഹുവിനെ ആരാധിക്കുന്നിടത്തൊന്നും ആൺ പെൺ വിവേചനങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ മനുഷ്യരിൽപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും ചില കർമാനുഷ്ഠാനങ്ങളുടെ വിഷയത്തിൽ സ്ത്രീജനങ്ങൾക്ക് ചില പ്രത്യേകമായ ഇളവുകളും പരിഗണനയും ഇസ്ലാം നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത് അവരോടുള്ള വലിയ കാരുണ്യവുമാണ്. അതിൽ തന്നെ പള്ളിയിലെ ജമാഅത്തുകളിൽ സ്ത്രീജനങ്ങൾക്ക് ഇസ്ലാമികപരമായി ചില ഇളവുകളുണ്ട്. ഈ ഇസ്ലാമിന്റെ വിഷയത്തിൽ, വിശേഷിച്ചും കർമാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ഈ ലോകത്ത് വ്യത്യസ്ത നാടുകളിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മദ്ഹബുകൾക്കനുസരിച്ച്, ആ നാടിൻ്റെതായ ചില ചര്യകളും ഉറഫുകളൊക്കെ അനുസരിച്ച് ഓരോ നാട്ടിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ നാട്ടിലും സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വിഭാഗം സ്ത്രീകൾ പള്ളിയിലേക്ക് കയറൽ, നമസ്കരിക്കാനോ മറ്റോ പള്ളിയിൽ പ്രവേശിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയുന്നൊരു വിഭാഗവും. എന്നാൽ സ്ത്രീകൾക്ക് അവർക്ക് വേണമെങ്കിൽ പള്ളിയിൽ വന്ന് നമസ്കരിക്കാം, അത് അനുവദനീയമാണ്, അതൊരു പ്രശ്നമല്ല. അവർ അവരുടെ വീട്ടിൽ നമസ്കരിക്കുന്നത് പോലെ വേണമെങ്കിൽ അവർക്ക് പള്ളിയിലും നമസ്കരിക്കാം, അവർക്ക് ജുമഅക്ക് വരാം, ഇസ്ലാമിക സദസ്സുകളിൽ ഇസ്ലാമിക എല്ലാ ചര്യകളും പാലിച്ചുകൊണ്ട് അവർക്ക് പങ്കെടുക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. ഇസ്ലാമിക വിഷയത്തിൽ ഈ രൂപത്തിൽ ദീനിന്റെ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസവും വന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മടങ്ങേണ്ടുന്നത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. ഇത് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ള ആളുകളെ, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദൂതന്മാരെയും, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്ന ഒരു വിഷയം, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല കാര്യത്തിലും അഭിപ്രായ ഭിന്നതയുണ്ടായാൽ, ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായാൽ, സ്വാഭാവികമാണ് ഉണ്ടാവാം. അത് സംഭവിച്ചാൽ, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ പ്രവേശിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറയുന്നവരും, അവർ പള്ളിയിൽ പ്രവേശിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് അനുവദനീയമാണ് എന്ന് പറയുന്ന ഒരു ചർച്ചാധാര നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുമ്പോൾ, അല്ലെങ്കിൽ കാലയെ കൂട്ടി മുമ്പേ ഉണ്ടായി വന്നത് ഇന്ന് വീണ്ടും സജീവമായി ചർച്ചകളിലേക്ക് വരുമ്പോൾ, നമ്മൾ മടങ്ങേണ്ടത് കേവലം തർക്കങ്ങളിലേക്കോ, ആര് പറഞ്ഞു എന്നതിലേക്കോ, ഇന്ന സ്ഥലത്ത് പറഞ്ഞു എന്നതിലേക്കോ, ഇന്ന സാഹചര്യത്തിൽ പറഞ്ഞു എന്ന ഒരു കാര്യത്തിലേക്കല്ല. മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മടങ്ങേണ്ടത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. ഈ വിഷയത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആൻ എന്തു പറയുന്നു? വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കുമ്പോൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കരുത് എന്ന ഒരു വിലക്ക് ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത്, മഹദി മറിയം ബീവിയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ മറിയം ബീവിയോട് പറയുന്നുണ്ട്, യാ മറിയമേ ഇഖ്നുതി ലിറബ്ബികി, നീ നിന്റെ റബ്ബിനോട് ഭയഭക്തി കാണിക്കണം കേട്ടോ. വസ്ജുദി, നീ സുജൂദ് ചെയ്യണം. വർക്കഈ, നീ റുകൂഅ ചെയ്യണം. മഅർ-റാക്കിഈൻ, നമുക്കറിയാം ചരിത്ര സാഹചര്യം. മറിയം ബീവി വളർന്നു വന്നിരുന്നത് പള്ളിയിലായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംരക്ഷണതയിൽ പള്ളിയിലായിരുന്നു മറിയം ബീവി ജീവിച്ചു വളർന്നു വന്നത്. ആ മറിയം ബീവിയോടുള്ള വിശുദ്ധ ഖുർആനിന്റെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്, നീ സുജൂദ് ചെയ്യണം, നീ റുകൂഅ ചെയ്യണം. മഅർ-റാക്കിഈൻ, റുകൂഅ ചെയ്യുന്നവരുടെ കൂടെ. ഈ ആയത്തിനെ എടുത്തിട്ട് അതിനെ വിശദീകരിച്ച മുഫസ്സിറുകൾ എല്ലാം പറഞ്ഞത്, റാക്കിഈൻ എന്ന് പറഞ്ഞാൽ റുകൂഅ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമസ്കരിക്കുന്ന ആളുകൾ.
അവരുടെ കൂടെ സുജൂദ് ചെയ്യാനും അവരുടെ കൂടെ റുക്ഊ ചെയ്യാനുമാണ് മറിയം ബീബിയോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ ജമാഅത്തിൽ പങ്കാളിയാകണമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സ്ത്രീകൾ ഒരിക്കലും പള്ളിയിലെ ജമാഅത്തുകളിലോ നമസ്കാരത്തിലോ പങ്കെടുക്കരുത് എന്നായിരുന്നു ഇസ്ലാമിലെ പ്രമാണമെങ്കിൽ മറിയം ബീവിയോട് ഒരിക്കലും വസ്ജുദി വർക്കഈ എന്ന് സൂറത്ത് ആൽ ഇംറാനിന്റെ 43-ാമത്തെ ആയത്തിൽ പറയുമായിരുന്നില്ല. അതിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടത് മഅർ റാക്കിഈൻ എന്ന പ്രയോഗമാണ്. റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ, നമസ്കരിക്കുന്നവരുടെ കൂടെ നീയും നമസ്കരിക്കുക എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുമെന്നതാണ്. അതേപോലെ തന്നെ ഹദീസുകളിലേക്ക് നമ്മൾ വന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഈ വിഷയത്തിൽ എന്തായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ഭാര്യമാരും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും സ്വഹാബ വനിതകളും ചെയ്തിരുന്ന ഈ വിഷയത്തിലെ പ്രവർത്തനം എന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. ലാ തംനഉ എന്ന് പറഞ്ഞാൽ തടഞ്ഞു പോകരുതേ, നിങ്ങൾ തടയരുതേ. ഇമാ അല്ലാഹ്, അള്ളാഹുവിന്റെ ദാസികളായ അള്ളാഹുവിന്റെ അടിയാറുകളെ തടയരുതേ. എവിടെ നിന്ന്? മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികളെ തൊട്ട് നിങ്ങൾ തടഞ്ഞു പോകരുതേ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുതേ എന്ന് വ്യക്തമായി ഹദീസുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള വിഷയമാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇദസ്തഅദൻതും നിസാഉകും ബില്ലൈലി, രാത്രിയിൽ പള്ളിയിൽ പോകണമെന്ന് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകണമെന്ന്, ഫഅദ്നൂ ലഹുന്ന, അവർക്ക് നിങ്ങൾ അനുവാദം കൊടുത്തേക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്, ചേർത്ത് വെക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്ന വഴിയിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന സ്ഥലത്തിലൂടെ മുത്തബിഉസ് സുന്ന എന്നറിയപ്പെട്ടിരുന്ന പ്രവാചക അധ്യാപനങ്ങളെ, ചരിത്രങ്ങളെ, കർമ്മങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ അത്രയും ശ്രദ്ധിച്ചിരുന്ന മഹാനായ സ്വഹാബി ശ്രേഷ്ഠൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ തൊട്ടു മുകളിൽ പറഞ്ഞ ഹദീസ് ഇങ്ങനെ തന്റെ മകന് അല്ലെങ്കിൽ ആ ഒരു തന്റെ കൂടെയുള്ള ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയരുത് കേട്ടോ എന്ന ആ ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ബിലാല് പറയുകയാണ്, വല്ലാഹി ലനംനഉന്നഹുന്ന, ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയാണ്, ഞങ്ങൾ തടയും എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോ ആ ഹദീസിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, ഫസബ്ബഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ അസ്വഅ മാ സമിഅതുഹു സബ്ബഹു ഖത്ത്, ഇന്നവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ കഠിനമായ ഭാഷയിൽ തന്റെ മകനെ ശാസിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയുണ്ടായി എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ചോദിക്കുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ പ്രവാചകന്റെ ഒരു അധ്യാപനത്തെ പറഞ്ഞു തരുമ്പോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയെ നിങ്ങൾ തടുക്കരുത് എന്ന് പറഞ്ഞു തരുമ്പോ നീ തടുക്കുമെന്ന് എങ്ങനെയാണ് ബിലാലെ പറയുക എന്ന് ചോദിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടി കഴിഞ്ഞാൽ അല്പസമയം കൂടി അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. ശേഷം പിറകിലേക്ക് മാറി നിൽക്കും. എന്തിനവിടെ ഇരിക്കുന്നു എന്നതിന്റെ ഉത്തരം ഹദീസുകളിൽ കാണാൻ കഴിയും. പുരുഷന്മാർക്ക് തൊട്ടു പിറകിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പിരിഞ്ഞു പോകാനുള്ള ഒരു അവസരമായി കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു സമയം അവിടെ ഇരുന്നിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല സ്ത്രീകളോട് പ്രത്യേക നിർദ്ദേശമായിട്ട് കാണാം, പുരുഷന്മാർ സുജൂദിൽ നിന്ന് എണീക്കുന്നത് വരെ നിങ്ങൾ പിറകിൽ നിൽക്കുന്ന സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സുജൂദിൽ നിന്ന് നിങ്ങൾ തല ഉയർത്തരുതേ. പുരുഷന്മാർ സുജൂദിൽ നിന്ന് അവര് ഇരുന്നു കഴിഞ്ഞ ശേഷം മാത്രം അല്പം സാവധാനത്തിലെ നിങ്ങൾ സുജൂദിൽ നിന്ന് നിങ്ങളുടെ തല ഉയർത്താവൂ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. 100 കണക്കിന് ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിച്ചിരുന്നു, ജുമഅയിൽ പങ്കെടുത്തിരുന്നു എന്നതിനൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിക്കുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിന് സത്യവിശ്വാസിനികളായ സ്ത്രീകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കാറുണ്ടായിരുന്നു.
ചേർത്ത് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. മുത്തലഫ്യാത്തിൻ ബിമുറൂത്തിഹിന്ന, അവര് പുതപ്പിട്ട് മൂടിക്കൊണ്ടാ വരിക, അവരിങ്ങനെ മൂടി പുതച്ചുകൊണ്ടാണ് വരിക. എന്നിട്ടോ ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفونها احد من الغلس. നമസ്കാരം കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു പോകും. ആരൊക്കെയാണ് തിരിഞ്ഞു പോകുന്നത്, പിരിഞ്ഞു പോകുന്നത് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. കാരണം ആ പ്രഭാതത്തിലെ സമയത്തുള്ള ഒരു ഇരുട്ട് കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമായിരുന്നില്ല. ഈ ഹദീസിൽ സുബഹി നമസ്കാരത്തിന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഈ ഹദീസിനെ വെച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നത് എന്തെന്നറിയോ? സുബഹി ജമാഅത്തിന് അല്ലെങ്കിൽ ഇരുട്ട് മൂടി നിൽക്കുന്ന സമയത്ത് പോലും സ്ത്രീകൾ പള്ളിയിലേക്ക് വരാറുണ്ട് എങ്കിൽ പകൽ സമയത്ത് അവർ പള്ളിയിലേക്ക് വരുന്നത് രാത്രിയേക്കാൾ സുരക്ഷിതമാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് അവർക്ക് പുറപ്പെട്ടു പോകാം. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഈ വിഷയത്തിൽ ഈ ഹദീസിന്റെ ശറഹിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒരു വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇന്നി ലഅദ്ഖുലു ഫിസ്സലാത്തി വഅന ഉരീദു ഇത്വാലതഹാ, ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കണം എന്ന് കരുതി നമസ്കാരത്തിലേക്ക് ഞാൻ ഇങ്ങനെ പ്രവേശിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടങ്ങും. ഫഅസ്മഉ ബുഖാ അസ്സുബി, ആ സമയത്ത് പിഞ്ചു കുട്ടികളുടെ, ചെറിയ കുട്ടികളുടെ, സൊബി എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാണ്, തിഫ്ലിനേക്കാളും വരുന്ന ചെറിയ കുട്ടിയാണ്, ആ പിഞ്ചു മക്കളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. ഫഅതജവ്വസു ഫീ സ്വലാത്തി മിമ്മാ അഅലമു മിൻ ശിദ്ദത്തി വജ്ദി ഉമ്മിഹി മിൻ ബുഖാഇഹി, അവന്റെ ഉമ്മക്ക്, അവന്റെ മാതാവിന്, അവന്റെ ഉമ്മക്ക് അവന്റെ കരച്ചിൽ ഒരു പ്രയാസമാകുമോ എന്ന് ഭയന്ന് ദീർഘിപ്പിച്ചു നമസ്കരിക്കണം എന്ന് കരുതിയ നമസ്കാരത്തെ ഞാൻ ചുരുക്കി നമസ്കരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഉമ്മമാരുണ്ടായിരുന്നു, ചെറിയ കുട്ടികളെയും കൊണ്ട് അവർ വരാറുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസായിട്ട് നമുക്കത് കാണാൻ കഴിയും. മാത്രമല്ല, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് പള്ളിയിലെ 2 തൂണുകൾക്കിടയിൽ ഒരു കയറ് കണ്ടു, ഒരു കയറ് കെട്ടിവെച്ചത് കണ്ടു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, മാ ഹാദൽ ഹബൽ, ഇത് എന്ത് കയറാ, ഇത് എന്തിന്റെ കയറാണ് ഈ കെട്ടിവെച്ചിരിക്കുന്നത്? അവിടെയുള്ള ആളുകൾ പറഞ്ഞു, അത് ഹബ്ലു ലിസൈനബ്, അത് സൈനബ് റളിയല്ലാഹു അൻഹക്ക് വേണ്ടിയിട്ടുള്ള കയറാണ്. എന്തിനാണെന്നറിയോ? രാത്രി നമസ്കാരം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ പ്രയാസപ്പെട്ട് ഓതി ദൈർഘ്യം വല്ലാതെ കൂടിപ്പോകുമ്പോ നിന്ന് പ്രയാസപ്പെടുമ്പോ കയറിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ ഹല്ലു, അത് നിങ്ങൾ ആ കയർ അയച്ചു വെക്കുക. ലിയുസല്ലി അഹദിക്കും നശാത്തുഹു, ഉന്മേഷമുണ്ടാകുമ്പോൾ മതി നിങ്ങളുടെ നമസ്കാരം. ഫഇദാ ഫതറ ഫലിയഖഉദ്, ക്ഷീണം തോന്നിയാൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾക്ക് ഉന്മേഷമുള്ള സമയത്ത് നിങ്ങൾ നമസ്കരിക്കുക. ഏതു നമസ്കാരമാണെന്ന് ആലോചിച്ച് നോക്കൂ. സുന്നത്ത് നമസ്കാരം. രാത്രിയിലെ നമസ്കാരത്തിന് സൈനബ് റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നാം പഠിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ പള്ളിയിലേക്ക് വരുന്നത്, നമസ്കരിക്കാൻ വരുന്നത് ഹറാമാണ് എന്ന് പറയാൻ കഴിയുക എന്നതാണ്. എത്രയോ ഹദീസുകൾ, 100-ലധികം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഹറാമാണ്, സ്ത്രീകൾ പള്ളിയിലേക്ക് വരരുത് എന്ന് പറയുന്ന ആളുകൾ അവർ പറയുന്ന ഹദീസിലെ ചില പ്രയോഗമുണ്ട്. നാം തുടക്കത്തിൽ സൂചിപ്പിച്ചു വെച്ച ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദാസികളെ പള്ളികളെ തൊട്ട് തടയരുതേ എന്ന് പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീട് അവർക്ക് ഏറ്റവും ഉത്തമമാകുന്നു, ഖൈറാകുന്നു എന്ന് ഈ ഹദീസിന്റെ അവസാനത്തിൽ ചേർത്തു പറയുന്നുണ്ട്. വീട് ഖൈറാണ് എന്ന് പറഞ്ഞാൽ പള്ളി നിഷിദ്ധമാകുന്നു എന്ന അർത്ഥം എങ്ങനെയാണ് ലഭിക്കുക? മാത്രമല്ല, ഈ ഹദീസിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹദീസിന് വ്യക്തമായ പ്രകടമായ ചില ന്യൂനതകൾ ഉണ്ടെന്ന. ഈ ന്യൂനതകളൊന്നുമില്ല എന്ന് തന്നെ വെക്കാം. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് തന്നെ വെക്കാം. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിന്റെ ദാസികളെ പള്ളികളെ തൊട്ട് തടയരുതേ, ഇതാണ് ആദ്യം പറഞ്ഞ വിഷയം. എന്നിട്ടാ പറയുന്നത് അവര് വീടുകളിൽ വെച്ച് നമസ്കരിക്കുകയെങ്കിൽ അവർക്കത് ഉത്തമമാകുന്നു. ഇതിനെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് എന്ന ഒരു ആശയം എങ്ങനെ ലഭിക്കുന്നു? അവര് വീട്ടിൽ വെച്ച് നമസ്കരിച്ചോട്ടെ, ആരും പറയുന്നില്ലല്ലോ. പള്ളികളിൽ വന്ന് തന്നെ മാത്രമേ സ്ത്രീകൾ നമസ്കരിക്കാൻ പാടുള്ളൂ എന്ന് ആരും പറയുന്നില്ല.
ഒരു സ്ത്രീ നമസ്കരിക്കാൻ ആഗ്രഹിച്ചാൽ, പള്ളിയിൽ വന്ന് നമസ്കരിക്കണമെന്ന് തീരുമാനിച്ചാൽ അവളെ തടയരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം ഖൈറാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് നിഷിദ്ധമാണെന്ന് അർത്ഥം കിട്ടില്ലല്ലോ. സുന്നത്ത് നമസ്കാരം നിങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിച്ചാൽ അത് ഉത്തമമാണ്, അല്ലെങ്കിൽ അതിൽ പ്രമാണമുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പള്ളിയിൽ വെച്ച് സുന്നത്ത് നമസ്കരിച്ചാൽ അത് നിഷിദ്ധമാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കാം, അത് ഖൈറ് തന്നെയാവട്ടെ. പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ ഒരു സ്ത്രീ തീരുമാനിച്ചാൽ അവളെ തടയരുതേ. അതിനുള്ള സൗകര്യവും സാഹചര്യവും അത് പള്ളിയിൽ ഉണ്ടാകണമെന്നാണ്. അത് കേവലം യാത്രക്കാരികൾക്ക് മാത്രമുള്ള ഒന്നല്ല, യാത്രക്കാരികൾക്ക് മാത്രമുള്ളൊരു നിബന്ധനയല്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയും അവിടുത്തെ കൂടെയുള്ള ഇസ്ലാമിക സ്വഹാബി വനിതകളും ഫജ്ർ നമസ്കാരത്തിന് വന്നപ്പോ ഏതെങ്കിലും യാത്രയുടെ ഭാഗമായിട്ട് വന്നതല്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് സൈനബ റളിയല്ലാഹു അൻഹ സുന്നത്ത് നമസ്കരിക്കാൻ അല്ല, ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നു എന്നത് യാത്രയുമായി ബന്ധപ്പെട്ടതല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആരെയും മികഴ്ത്തി കാണിക്കാനല്ല, ആരെയെങ്കിലും മോശമായി കാണിക്കാനല്ല, ആരെയെങ്കിലും പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടാകുമ്പോ അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തു പറഞ്ഞു, അത് തിരുസുന്നത്തിൽ നിന്ന് എന്തു പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരമാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഹിജാബിന്റെ ആയത്തിനു ശേഷം സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത് ഹിജറ 3-ലോ ഹിജറ 5-ലോ മാത്രമാണ്. ഹിജറ 3-ലോ ഹിജറ 5-ലോ ആണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത്. അതിനുശേഷവും സ്വഹാബി വനിതകളും അവിടുത്തെ പത്നിമാരും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ഇഅ്തികാഫിന് വരെ പള്ളിയിൽ പോയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമളാൻ. റമളാനിൽ അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു, ഹത്താ തവഫാഹുല്ലാഹ്, വഫാത്താകുന്നത് വരെ. എന്നിട്ട് ചേർത്ത് പറയാൻ, സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, അവിടുത്തെ കാലശേഷം അവിടുത്തെ പത്നിമാര് പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് ഹദീസുകളിലുണ്ട്. ആലോചിച്ച് നോക്കൂ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുത്തേറ്റ് സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് കുത്തേറ്റ് പള്ളിയിൽ വീഴുമ്പോൾ അവിടുത്തെ പത്നി ആത്തിഖ റളിയല്ലാഹു അൻഹ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എങ്ങനെയാണ് ഹിജാബിന്റെ ആയത്തിന് ശേഷം സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടേയില്ല എന്ന് പറയാൻ കഴിയുക? ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? 100-ലധികം ഹദീസുകൾ ഉണ്ട് എന്ന് വെറും വർത്തമാനമായിട്ട് പറഞ്ഞതല്ല. 100-ലധികം ഹദീസുകളുണ്ട്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാം, അവർ പള്ളിയിലേക്ക് പോയിരുന്നു, അവർ ജുമഅക്ക് പോയിരുന്നു, അവർ വ്യത്യസ്ത സമയങ്ങളിൽ പള്ളികളിൽ എത്തിയിരുന്നു എന്നതിന് 100-ലധികം ഹദീസുകൾ സ്വഹീഹായി വന്നതുണ്ട്. എന്നിട്ടും എന്താണ് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന സംസാരം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് അന്ധമായ തഖ്ലീദ് എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് അന്ധമായി വിശ്വസിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മടങ്ങേണ്ടത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ്. ഏതെങ്കിലും ഒരു പണ്ഡിത വേഷധാരിയുടെ വാക്കുകളിലേക്കല്ല. ഏതെങ്കിലും മിമ്പറിൽ നിന്ന് പോലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഇസ്ലാം കാര്യമായി സ്വീകരിക്കേണ്ടവരല്ല. നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണം. അത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് ശരിവെക്കുന്നതാണോ എന്ന് അറിയണം. ഇതാണോ യഥാർത്ഥ ദീനുള്ളത് എന്ന് മനസ്സിലാക്കണം. ഒരു പണ്ഡിത വേഷധാരി എന്തെങ്കിലും പറഞ്ഞാൽ സ്വീകരിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ വിശ്വാസികളെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദ്ഹബുകളുണ്ട് നമ്മുടെ നാട്ടിൽ, വ്യത്യസ്ത മദ്ഹബുകളിൽ. ഇമാം ഷാഫി റഹിമഹുല്ലയെ സ്വീകരിച്ചുകൊണ്ട് ഷാഫി മദ്ഹബിൽ പോലും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നതാ, ഒരു സംശയവുമില്ല. എത്രയോ തെളിവുകൾ നമുക്ക് എടുത്തുദ്ധരിക്കാൻ കഴിയും. ഇമാം ഷാഫിയുടെ പ്രധാനപ്പെട്ട കിതാബിലുള്ള അൽ ഉമ്മിലെ അതിന്റെ പ്രധാനപ്പെട്ട വോള്യത്തിൽ പറയുന്നത് എന്തെന്നറിയോ? സ്ത്രീകൾ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ജുമഅ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇമാം ഷാഫി റഹിമുള്ള പറയാൻ, സ്ത്രീകൾ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ജുമഅ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് എനിക്കിഷ്ടമില്ല. അത് ആ പറഞ്ഞതിന് അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? സുഗന്ധം ഉപയോഗിക്കാതെ അവർക്ക് ജുമഅ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാം. എത്രയെത്ര തെളിവുകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട്, ജുമഅ നിർബന്ധമല്ലെന്ന് ഞാൻ പറഞ്ഞ തടവുകാരൻ, അതേപോലെ തന്നെ സ്ത്രീകൾ, അടിമകൾ, പ്രായപൂർത്തി എത്താത്തവർ എന്നിവർ ജുമഅക്ക് ഹാജരായാൽ അവർ ജുമഅയുടെ 2 റക്അത്ത് തന്നെ നമസ്കരിക്കണം. 1 റക്അത്താണ് അവർക്ക് ഇമാമിനൊപ്പം ജുമഅയായി കിട്ടിയതെങ്കിൽ
ഒരു റക്അത്ത് കൂടി അതിനോട് കൂട്ടിച്ചേർത്ത് നമസ്കരിക്കണം, എങ്കിൽ ജുമഅ ആയിട്ട് അവർക്ക് അത് മതിയാകുന്നതാണ്. ഇമാം ഷാഫി റഹിമഹുള്ളയാണ് ഈ പറയുന്നത്. ആലോചിച്ചു നോക്കൂ. വീണ്ടും കാണാൻ കഴിയും ഗ്രഹണ നമസ്കാരത്തിൽ സ്ത്രീകളുടെ പങ്ക് എങ്ങനെ ഷാഫി ഇമാമിന്റെ കിതാബുകളിലുണ്ട്. എങ്ങനെയാണ് സ്ത്രീകൾ സ്വഫ് കെട്ടേണ്ടത് നമസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ സ്ത്രീകളുടെ ജുമയെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചത് ഒന്നും കൂടി പറയട്ടെ, ആരെയും വേദനിപ്പിക്കാനല്ല, ആരെയും പ്രയാസപ്പെടുത്താനല്ല, ആരോടെങ്കിലും തർക്കിക്കുവാൻ വേണ്ടിയിട്ടല്ല. എത്ര തെറ്റിലേക്കാണ്, ഗുരുതരമായ വിഷയത്തിലേക്കാണ് ഈ ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ പൗരോഹിത്യം കൊണ്ടുചെന്ന് ചാടിക്കുന്നത് എന്നാണ്. ഉംറക്ക് പോകുന്ന, കഅബയെ ലക്ഷ്യമാക്കി വലിയ പ്രതിഫലം ലക്ഷ്യമാക്കി പോകുന്ന ഉംറക്ക് പോകുന്ന ആളുകളെ പോലും ഹറമുകളിൽ വെച്ച് നമസ്കരിപ്പിക്കാതെ, ജമാഅത്തിൽ പങ്കെടുപ്പിക്കാതെ റൂമുകളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള അനുഭവം പറയാൻ വീടുകളിൽ ചെന്നുപോയി ചോദിച്ചു നോക്കുക. നമ്മുടെ ഉമ്മമാർക്ക് ചിലപ്പോൾ ഉണ്ടാകും, കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് പറയാനുണ്ടാവും. ഹറമുകളിൽ വെച്ചുപോലും എത്ര ലക്ഷം പ്രതിഫലമാണ് നഷ്ടപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഇതേ സ്ത്രീജനങ്ങള് പള്ളി മാറ്റി നിർത്തിയാൽ ജാറങ്ങളിലേക്ക് പോകുന്നതിന് പ്രശ്നമില്ല, മക്ബറകളിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല, നേർച്ചകളിലേക്കും പൂരത്തിനും അവരെ ഇറങ്ങി പുറപ്പെടുന്നിടത്ത് ഒരു ഫിത്നയുമില്ല. പക്ഷേ പള്ളികളിൽ വലിയ ഫിത്നയാണ് ഉള്ളതെന്ന് പറയുന്ന ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടു കൂടി നമ്മൾ ഇതിനെ കാണണമെന്നാണ്. ഇതൊരു സ്ത്രീ ജമാഅത്തിന്റെ വിഷയം മാത്രമല്ല. ഈ ഉമ്മത്തിനെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്നിടത്ത്, ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നിടത്ത്, ഖബറിന്റെ മുന്നിൽ ചെന്ന് സുജൂദ് ചെയ്ത് പച്ചപ്പട്ട് വിരിച്ച് ഖബറിനെ തവാഫ് ചെയ്ത് അവിടെ പോയി കരഞ്ഞു സിയാറത്ത് പ്രാർത്ഥിക്കുന്നതിനടക്കം ഈ ഉമ്മത്തിനെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുമ്പോ ആ പണ്ഡിത വേഷധാരികളോട് ചോദിക്കാൻ കഴിയണം, ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. പറഞ്ഞുവല്ലോ, ഒരു മിമ്പറിൽ നിന്ന് കേൾക്കുന്നതോ, ഒരു വ്യക്തി പറയുന്നതോ, പണ്ഡിതനെന്ന് വിചാരിക്കുന്ന ഒരാൾ പറയുന്നതോ, ഒരു സംഘടന പറയുന്നതോ, ഒരു ടീം പറയുന്നതോ, ഒരു ഗ്രൂപ്പ് പറയുന്നതോ അല്ല ഒരു വിശ്വാസിയുടെ പ്രമാണം എന്ന് പറയുന്നത്. അവന്റെ പ്രമാണം വിശുദ്ധ ഖുർആനാണ്, അവന്റെ പ്രമാണം തിരുസുന്നത്താണ്. തിരുസുന്നത്ത് എന്തു പറഞ്ഞോ, വിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞോ, അതിനെ എതിരായി ഞാൻ നിൽക്കുന്ന, താൻ നിൽക്കുന്ന, നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന സംഘടന പറഞ്ഞാൽ പോലും അതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നേതാവെന്ന് നാം കരുതിയവർ പറഞ്ഞാലും അവരെ തിരുത്താൻ നമുക്ക് തയ്യാറാവണം. ഈ വിഷയത്തിലും പ്രിയപ്പെട്ട വിശ്വാസികളെ നാം സ്വീകരിക്കേണ്ടുന്ന നിലപാട് അതുതന്നെയാണ്. ഈ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടഞ്ഞതുകൊണ്ട് എന്തു നേട്ടമാണ് ഉണ്ടാകുന്നത്? കോട്ടമല്ലാതെ. ഒരു സ്ത്രീ ജുമഅക്ക് വന്ന് ഇസ്ലാമിക വിഷയങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ അവൾക്ക് കിട്ടുന്ന നേട്ടത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. എന്ത് ഫിത്നയാണ് ഉണ്ടാകുന്നത്? ടെക്സ്റ്റൈൽസുകളിൽ പോയി മണിക്കൂറുകൾ ജമാഅത്ത് നഷ്ടപ്പെടുത്തി നീണ്ട മണിക്കൂറുകൾ ടെക്സ്റ്റൈൽസ് പോയി അവിടെ നിന്ന് പർച്ചേസ് നടത്തുമ്പോൾ ഇല്ലാത്ത എന്ത് ഫിത്നയാണ് അവർക്ക് മാത്രമായി പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട പള്ളിയിൽ പോയി അവൾ നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്നത്? അവൾ പൂരത്തിനും നേർച്ചക്കും ജാറത്തിനും ആ തരത്തിൽ അന്യപുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ട് അവളുടെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവിടെ ഇല്ലാത്ത എന്ത് ഫിത്നയാണ് അവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിച്ച മുസല്ലകളിൽ പോയി അവൾ നമസ്കരിക്കുമ്പോഴുണ്ടാകുന്നത്? ഇത് ചോദിക്കാൻ കഴിയണം. ആരാണ് ഹറാം എന്ന് പറഞ്ഞത്? അവരോട് ചോദിക്കാൻ കഴിയണം. പ്രമാണം എവിടെ? വിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു എന്ന് ചോദിക്കാൻ കഴിയണം. ഇത് കേവലം പള്ളിക്കപ്പുറത്ത് കുറച്ചകലെ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു വീട് പോലെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടായില്ല. അവിടെ കൃത്യമായി കൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. ഏത് വിഷയമായാലും ഖുർആൻ എന്തു പറഞ്ഞു, തിരുസുന്നത്ത് എന്തു പറഞ്ഞു എന്ന് അന്വേഷിക്കാനും അതുവഴി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.